എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം എന്നത് ഒരു അത്ഭുതമാണ്. എന്നാൽ പലപ്പോഴും ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയാതെ പരാതികളുടെയും പരിഭവങ്ങളുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലർ മാത്രം എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കൈവരുന്നത്? ഒരേ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരേ കഴിവുണ്ടായിട്ടും ചിലർ മാത്രം ഭാഗ്യവാന്മാരാകുന്നു, മറ്റു ചിലർ കഷ്ടപ്പാടിൽ തന്നെ തുടരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വലിയ രഹസ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു വാക്കല്ല, മറിച്ച് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ തരംഗത്തെക്കുറിച്ചാണ്. നന്ദി എന്ന രണ്ടക്ഷരത്തിന് പിന്നിലുള്ള പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമാണ് കൃതജ്ഞത അഥവാ നന്ദി എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ പങ്കുവെക്കാനായി ഷെയർ ചെയ്യുക. പലപ്പോഴും നമ്മൾ നന്ദി പറയുന്നത് ഒരാൾ നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചു പറയുന്ന ഒരു മര്യാദയായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനപ്പുറം നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിൽ നിന്ന് ആകർഷിച്ചെടുക്കാനുള്ള ഒരു മാന്ത്രിക താക്കോലാണ് ഈ നന്ദി പ്രകടനം. ഈ പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ എന്ത് നൽകുന്നുവോ അത് പല മടങ്ങായി നമുക്ക് തിരികെ ലഭിക്കും. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ആകർഷണ നിയമവും നന്ദിയും, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. ആകർഷണ നിയമം എന്ന് പറയുന്നത് സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഏത് തലത്തിലാണോ പ്രവർത്തിക്കുന്നത് അതേ തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എന്തെങ്കിലും മോശം സംഭവിച്ചാൽ ആ ദിവസം മുഴുവൻ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളെ തേടി വരുന്നു. നമ്മൾ സാധാരണയായി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും ഇല്ലാതിരിക്കുമ്പോഴാണ്, അല്ലേ? എനിക്ക് പണമില്ല, പണം തരൂ. എനിക്ക് ജോലിയില്ല, ജോലി തരൂ. എന്നിങ്ങനെ പരാതി കലർന്ന അപേക്ഷകളാണ് നമ്മൾ നടത്താറുള്ളത്. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ഇവിടെ നമ്മൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം എൻ്റെ കൈവശം ഇതില്ല എന്ന ഇല്ലായ്മയുടെ, സ്കാർസിറ്റിയുടെ സന്ദേശമാണ്. ആകർഷണ നിയമപ്രകാരം നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് വർദ്ധിക്കും. ഇല്ലായ്മയിൽ ശ്രദ്ധിച്ചാൽ ഇല്ലായ്മ വർദ്ധിക്കും. എന്നാൽ നന്ദി എന്നത് സമൃദ്ധിയുടെ, അബൻഡൻസിൻ്റെ അടയാളമാണ്. ലഭിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് നന്ദി. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എനിക്ക് എല്ലാം ഉണ്ട് എന്ന പോസിറ്റീവ് അവസ്ഥയിലേക്ക് മാറുന്നു. ഈ അവസ്ഥയിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇനി അടുത്തതായി എങ്ങനെയാണ് ശരിയായ രീതിയിൽ നന്ദി പറയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പലരും ഒരു ചടങ്ങ് പോലെ ചുണ്ടുകൾ കൊണ്ട് നന്ദി പറയും. എന്നാൽ ഉള്ളിൽ ഭയവും അവിശ്വാസവുമായിരിക്കും ഉണ്ടാവുക. പ്രപഞ്ചം കേൾക്കുന്നത് നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ വികാരങ്ങളെയാണ്. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി
അതെങ്ങനെയാണ്? സാമ്പത്തിക ഉന്നതി വേണമെങ്കിൽ പണം തന്നതിന് നന്ദി എന്ന് വെറുതെ പറയുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുകയ്ക്ക് ആത്മാർത്ഥമായി നന്ദി പറയുക. അതുപോലെ തന്നെ ഇന്ന് ആഹാരം കഴിക്കാൻ സഹായിച്ച ആ പണത്തിന് നന്ദി പറയുമ്പോൾ ഉള്ളിൽ ഒരു സംതൃപ്തി നിറയുന്നു. ആ സംതൃപ്തിയാണ് പ്രപഞ്ചത്തിനുള്ള യഥാർത്ഥ സന്ദേശം. ഇനി അടുത്തതായി ജീവിതത്തിൽ മാറ്റം വരുത്താൻ 3 പ്രധാന ഘട്ടങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ പ്രധാന 3 ഘട്ടങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്നവയാണ്. ഒന്നാമത്തെ ഘട്ടം എന്നത് ഉള്ളതിനെ അംഗീകരിക്കുക എന്നതാണ്. അതായത് അക്നോളജ് വാട്ട് യു ഹാവ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള അനുഗ്രഹങ്ങളെ കണ്ടെത്തുക. പലരും ചോദിക്കും, എനിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്, ഇതിനിടയിൽ എന്തിന് നന്ദി പറയണം എന്ന്. പക്ഷേ സൂക്ഷ്മമായി നോക്കൂ. ഈ അറിവ് കേൾക്കാൻ നിങ്ങൾക്ക് ഒരു ഫോണുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളുമുണ്ട്. ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും നന്ദി പറഞ്ഞു തുടങ്ങുക. ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ വലിയ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇനി 2ാം ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം. വെല്ലുവിളികളോടുള്ള നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ചാലഞ്ചസ്. ഇതാണ് ഏറ്റവും പ്രയാസകരവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഘട്ടം. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും ശപിക്കുന്നതിന് പകരം അവയോട് നന്ദി പറയുക. ഓരോ പ്രശ്നവും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വരുന്നതാണ്. എന്തിന് എനിക്ക് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കാതെ ഈ അനുഭവം എന്നെ പഠിപ്പിച്ച പാഠത്തിന് നന്ദി എന്ന് പറയുക. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ നെഗറ്റീവ് ഊർജം പോസിറ്റീവായി മാറും. ഇനി 3ാമത്തെ ഘട്ടം നോക്കാം. ആഗ്രഹങ്ങൾ സാധിച്ചതായി സങ്കല്പിച്ചുള്ള നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ അഡ്വാൻസ്. ഇതാണ് ആകർഷണ നിയമത്തിലെ ഏറ്റവും വലിയ രഹസ്യം. ഭാവിയെ വർത്തമാനകാലത്തിലേക്ക് ആകർഷിക്കുന്ന വിദ്യയാണിത്. നിങ്ങൾക്ക് ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ വീട് വേണം എന്ന് ആഗ്രഹിക്കുകയല്ല വേണ്ടത്. പകരം ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതായും ചായ കുടിക്കുന്നതായും സങ്കല്പിക്കുക. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഈ സ്വപ്നഭവനം നൽകിയതിന് നന്ദി എന്ന് പറയുക. ഇത് പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസത്തെ കാണിക്കുന്നു. ഇനി അടുത്തതായി നന്ദി പറയുന്നതിലൂടെയുള്ള ഗുണങ്ങളാണ്. നന്ദി എന്നത് ഒരു ജീവിത ശൈലിയായി മാറ്റുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം തന്നെ മാറുന്നു. മാനസിക ആരോഗ്യം, അതായത് നന്ദിയുള്ള മനസ്സിൽ ദേഷ്യം, അസൂയ, ഭയം എന്നിവയ്ക്ക് സ്ഥാനമില്ല. നിങ്ങൾക്ക് കൂടുതൽ സമാധാനം ലഭിക്കും. അടുത്തതായി ബന്ധങ്ങൾ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. പങ്കാളിയോടും സുഹൃത്തുക്കളോടും അവരുടെ നല്ല വശങ്ങൾക്ക് നന്ദി പറഞ്ഞു നോക്കൂ. വിമർശനം നിർത്തി നന്ദി പ്രകടിപ്പിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ഇനി അടുത്തതായി സാമ്പത്തിക അഭിവൃദ്ധിയാണ്. കയ്യിലുള്ള പണത്തിന് നന്ദി പറയുന്നവർക്ക് മാത്രമേ കൂടുതൽ പണം ലഭിക്കുകയുള്ളൂ. ഓരോ തവണ പണം ചെലവാക്കുമ്പോഴും ആ സേവനം ലഭിച്ചതിന് നന്ദി പറയുക. ഇനി അടുത്തത് ശാരീരിക സൗഖ്യമാണ്. നന്ദി പ്രകടിപ്പിക്കുന്നവരിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. സ്ട്രെസ് കുറയുകയും സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് നോക്കാം. ഇതിനായി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന ശീലം തുടങ്ങുക. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി ഒരു ബുക്കിൽ അന്ന് നടന്ന ഏറ്റവും നല്ല 5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. പണ്ടൊക്കെ നമ്മൾ ഡയറി എഴുതാറില്ലേ? ഇപ്പോൾ ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്നും ഡയറി എഴുതാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നു മുതൽ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു ശീലം
ശീലമാക്കുക. ഒരു ബുക്കിൽ അന്ന് നടന്ന ഏറ്റവും നല്ല 5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അത് ഒരു നല്ല ചായ കുടിച്ചതാകാം, അല്ലെങ്കിൽ കൃത്യസമയത്ത് ബസ് കിട്ടിയതാകാം. ഓരോ കാര്യവും എഴുതിയതിനു ശേഷം നന്ദി 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 എന്ന് 3 വട്ടം എഴുതുക. തുടർച്ചയായി 21 ദിവസം ഇത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചിന്താഗതിയിലും ജീവിതത്തിലും വരുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദിവസം നടന്ന ഈ 5 കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സന്തോഷമുളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മുഖത്തും ആ ഒരു സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞിട്ടുണ്ടാവും. ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. തുടർച്ചയായി 21 ദിവസം ഈ ഒരു ശീലമാക്കുക. അഹങ്കാരം വെടിഞ്ഞ് വിനീതമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് പ്രപഞ്ചത്തിന് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ കഴിയുന്നത്. ഒരു പാത്രം നിറഞ്ഞിരുന്നാൽ അതിലേക്ക് വീണ്ടും ഒന്നും ഒഴിക്കാൻ കഴിയില്ല. അഹങ്കാരം മാറ്റി മനസ്സിനെ നന്ദി കൊണ്ട് നിറച്ച് ശൂന്യമാക്കുമ്പോൾ പ്രപഞ്ചം അവിടേക്ക് നന്മകൾ നിറയ്ക്കും. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യരെല്ലാം ഈ രഹസ്യം അറിഞ്ഞവരാണ്. വിജയം നേടിയ ശേഷം നന്ദി പറയാം എന്ന് കാത്തിരിക്കരുത്. പ്രപഞ്ച നിയമം തിരിച്ചാണ്. നിങ്ങൾ നന്ദി പറയൂ, അപ്പോൾ ആഗ്രഹം നടക്കും. നിങ്ങൾ തനിച്ചല്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കാത്തിരിക്കുകയാണ്. അതിനുള്ള താക്കോൽ നിങ്ങളുടെ നന്ദി നിറഞ്ഞ ഹൃദയമാണ്. ഇന്ന് ഈ നിമിഷം തന്നെ പരാതികൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കൂ. ഓരോ ദിവസത്തെയും ഒരു അത്ഭുതമായി കാണുക. ഓരോ വ്യക്തിയെയും ഒരു പാഠമായി കാണുക. ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ അറിവ് ലഭിച്ചതിന് ഇപ്പോൾ തന്നെ പ്രപഞ്ചത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. ഓർക്കുക, താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. നന്ദി പറയൂ, അത്ഭുതങ്ങൾ കാണൂ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തോട് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കുക. അഹങ്കാരം നിറഞ്ഞ മനസ്സോടുകൂടി ജീവിച്ചാൽ നമുക്ക് യാതൊന്നും ലഭിക്കുകയില്ല. അത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നുചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.